മണ്ഡലവിശേഷങ്ങളുമായി ഇനി മണ്ഡലകാലം. പെരുമ്പാവൂർ നിയമസഭാ മണ്ഡലത്തിലെ പോരാട്ടത്തിന് ഇത്തവണ ഒരു വലിയ പ്രത്യേകതയുണ്ട്. അവിടെ ചെറുപ്പത്തിന്റെ വീറും പരിചയസമ്പത്തിന്റെ കരുത്തും തമ്മിൽ ആണ് മത്സരം. സിറ്റിംഗ് MLA ആയ സാജു പോൾ ആണ് ഇത്തവണയും 4ാം തവണയും പെരുമ്പാവൂരിലെ CPM-ന്റെ സ്ഥാനാർത്ഥി. 3 തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചവർ ഇനി മത്സരിക്കേണ്ട എന്ന പാർട്ടി നിബന്ധനയിൽ നയത്തിൽ ഇളവ് കിട്ടിയ ആളാണ് സാജു പോൾ. അതേസമയം രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത് എന്ന തരത്തിൽ എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെ സാരഥ്യം വഹിച്ചിരുന്ന എൽദോസ് കുന്നപ്പള്ളിയെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ UDF പ്രതീക്ഷ വയ്ക്കുന്നത് അദ്ദേഹത്തിൻ്റെ ക്ലീൻ ഇമേജിലും അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിലും തന്നെയാണ്. അതേസമയം BJP ES ബിജുവുമായി BJPയും അവിടെ വലിയ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. പെരുമ്പാവൂരിൽ നിന്ന് MS സജീവൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. യുവത്വവും പരിചയസമ്പത്തും തമ്മിലാണ് പെരുമ്പാവൂരിലെ പോരാട്ടം. UDF കൺവീനർ PP തങ്കച്ചന്റെ കൈവിട്ടുപോയ തട്ടകം തിരികെ പിടിക്കാൻ കച്ചമുറുക്കുകയാണ് UDF ഇവിടെ. സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ രാഷ്ട്രീയ വിവാദങ്ങൾക്കും അവസരങ്ങൾക്കുമൊപ്പം പ്രാദേശികവാദവും LDF പുറത്തെടുത്തു കഴിഞ്ഞു. കരുത്തുകാട്ടാൻ BJPയും രംഗത്തുണ്ട്. CPM-ലെ സാജു പോളാണ് സിറ്റിംഗ് MLA. 4ാം തവണയും അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥി. 3 തവണ ജയിച്ചവർ വീണ്ടും മത്സരിക്കേണ്ടെന്ന CPM നയത്തിൽ ഇളവ് കിട്ടിയ സ്ഥാനാർത്ഥിയാണ് സാജു പോൾ. ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ തിളക്കത്തോടെ ആവർത്തിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന എൽദോസ് കുന്നപ്പള്ളിയാണ് UDF സ്ഥാനാർത്ഥി. രാജ്യത്തെ മികച്ച ജില്ലാ പഞ്ചായത്തിന് അവാർഡ് നേടിയ മികവുൾപ്പെടെ ഫലം ചെയ്യുമെന്നാണ് UDF-ന്റെ വിലയിരുത്തൽ. ചെറുപ്പക്കാരൻ, ആരോപണരഹിതൻ എന്നിവയും എൽദോസിന് പ്രതീക്ഷ നൽകുന്നു. UDF-ന് വിജയിച്ചേ പറ്റൂ, കോൺഗ്രസിന് വിജയിച്ചേ പറ്റൂ. ആ വിജയം UDF പ്രവർത്തകർ നേടിയെടുക്കുക തന്നെ ചെയ്യും. ഇവിടുത്തെ വികസനവും ഇവിടുത്തെ മാറ്റവും അത് ജനങ്ങളുടെ മനസ്സിലുള്ള ഒരാഗ്രഹമാണ്, ആവേശമാണ്. അതുകൊണ്ടാണ് വൻ സ്വീകാര്യത എളിയവനായി എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വോട്ടിൽ സാരമായ മുന്നേറ്റമാണ് BJP സ്ഥാനാർത്ഥി ES ബിജു പ്രതീക്ഷിക്കുന്നത്. തടി വ്യവസായത്തിന്റെ കേന്ദ്രമായ പെരുമ്പാവൂരിലെ വിജയം 2 മുന്നണികൾക്കും അഭിമാന പ്രശ്നമാണ്. എല്ലാവരും അംഗീകരിക്കുകയും സ്നേഹത്തോടെ ബിജു എന്ന് വിളിച്ചുകൊണ്ട് ആ സ്നേഹം പങ്കുവെക്കുകയും ചെയ്യുന്ന വ്യക്തി എന്ന നിലയ്ക്ക് അവരുടെ എല്ലാം വിശ്വാസം ആർജിച്ചുകൊണ്ട് പെരുമ്പാവൂരിൽ മാറ്റം കൊണ്ടുവരാൻ എനിക്ക് കഴിയുമെന്നാണ് വിശ്വാസം. അത് ഇവിടുത്തെ സമ്മതിദായകർ ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് പെരുമ്പാവൂരിലെ സമ്മതിദായകർ എന്നെ വിജയിപ്പിക്കും എന്ന് തന്നെയാണ് എൻ്റെ 100% വിശ്വാസം. കൊട്ടാരക്കര മണ്ഡലത്തിൽ ഒരുപാട് നാൾ ബാലകൃഷ്ണപിള്ളയ്ക്ക് എതിരെ പൊരുതിയ LDF ഇപ്പോൾ വലിയ ഒരു ആശ്വാസത്തിലാണ്. പിള്ളയെ ഒപ്പം നിർത്തി UDF-നെ നേരിടുന്നതിൽ ഉള്ള ആശ്വാസമാണ് LDF-നെങ്കിൽ മണ്ഡലത്തിൽ ആദ്യമായി കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ സ്ഥാനാർത്ഥി ഇറക്കിയുള്ള പരീക്ഷണമാണ് UDF നടത്തുന്നത്. CPM-ലെ സീനിയർ നേതാവ് ഐഷ പോറ്റി കഴിഞ്ഞ തവണ 20,500-ലധികം വോട്ട് നേടി വിജയിച്ച മണ്ഡലം ആണ് കൊട്ടാരക്കര. ഐഷ പോറ്റി തന്നെയാണ് ഇത്തവണയും അവിടെ CPM സ്ഥാനാർത്ഥി. മഞ്ജിത് വർമ്മയുടെ റിപ്പോർട്ട്. കൊട്ടാരക്കര എന്നാൽ ബാലകൃഷ്ണപിള്ള എന്ന സങ്കല്പത്തെ തകർത്തെറിഞ്ഞാണ് 2006-ൽ മണ്ഡലം CPM-നായി ഐഷ പോറ്റി പിടിച്ചെടുത്തത്. 2011-ൽ പിള്ളയുടെ ഇഷ്ടക്കാരൻ NN മുരളിയെയും പരാജയപ്പെടുത്തി മണ്ഡലമുറപ്പിച്ച ഐഷ പോറ്റി 3ാം തവണയും മത്സരിക്കുകയാണ്. 3ാം ഊഴം കിട്ടില്ലെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നെങ്കിലും മറ്റൊരാളെ പകരം വയ്ക്കാൻ കൊട്ടാരക്കരയിൽ LDF-നും ആയില്ല. വിജയം ഉറപ്പെന്ന് ഐഷ പോറ്റി. ജയിക്കണം, ഒരു ഭരണമാറ്റം ഉണ്ടാകണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ, ഇതിനൊക്കെ ഒരു മാറ്റം വന്ന് നല്ല രീതിയിലുള്ളൊരു ഗവൺമെൻറ്റും നല്ല ഒരു ഭരണ സംവിധാനവും ഉണ്ടാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മണ്ഡലം തിരിച്ചുപിടിക്കാൻ UDF ഇത്തവണ ഇറക്കിയിരിക്കുന്നത് സവിൻ സത്യൻ എന്ന ചെറുപ്പക്കാരനെയാണ്. DCC മുൻ പ്രസിഡന്റും മാർക്കറ്റ് ഫണ്ട് മുൻ ചെയർമാനുമായ V സത്യശീലന്റെ മകനാണ് വയലാർ രവിയുടെ പിന്തുണയുള്ള സവിൻ. ഈ നിയോജക മണ്ഡലം ഉണ്ടായിട്ട് കൈപ്പത്തി ചിഹ്നത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു ജനവിധി നേരിടുന്നത്. അപ്പോൾ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ ശുഭാപ്തി വിശ്വാസമുണ്ട്, തീർച്ചയായും വിജയിക്കുമെന്ന്. CPI-ൽ നിന്ന് BJP-യിലെത്തിയ രാജേശ്വരി രാജേന്ദ്രനാണ് ഇവിടെ NDA സ്ഥാനാർത്ഥി. UDF വിട്ട് LDF-ലെത്തിയ ബാലകൃഷ്ണപിള്ള കൊട്ടാരക്കരയിൽ സീറ്റ് ലഭിക്കാതെ നിൽക്കവേ മണ്ഡലം ഇക്കുറിയും എങ്ങോട്ടെന്നത് ചോദ്യം തന്നെ. ചരിത്രത്തിലെ തിരഞ്ഞെടുപ്പ് കൗതുകവുമായി ഇനി കാലാന്തരം. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ എതിർ സ്ഥാനാർത്ഥിക്ക് എതിരെ എന്തു പാരയും പണിയും മുന്നണികൾ. പക്ഷേ വോട്ടെടുപ്പ് ദിവസം രാവിലെ സ്ഥാനാർത്ഥി മത്സരത്തിൽ നിന്ന് പിന്മാറി എന്നൊരു കുപ്രചരണം അഴിച്ചുവിട്ടാലോ? അതും ആ സ്ഥാനാർത്ഥി ആകട്ടെ സംസ്ഥാന മുഖ്യമന്ത്രിയും. 1970-ൽ കൊടകരയിൽ ഐക്യമുന്നണിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആയിരുന്ന അച്യുതമേനോന് നേരെ ആണ് എതിരാളികൾ ഈ കടുങ്കൈ പ്രയോഗിച്ചത്. ഈ കടുങ്കൈയുടെ കഥയാണ് ഇന്നത്തെ കാലാന്തരത്തിൽ മഞ്ജിത് വർമ്മ പറയുന്നത്.
ഘടകകക്ഷികൾ ഉടക്കിപ്പിരിഞ്ഞതോടെ താഴെ വീണ അച്യുതമേനോന്റെ ഐക്യമുന്നണി മന്ത്രിസഭ ഇടക്കാല തെരഞ്ഞെടുപ്പിനെ നേരിട്ട വർഷമാണ് 1970. പിളർപ്പിന് ശേഷം EMSന്റെ CPMുമായുള്ള കടുത്ത പോരാട്ടം നടന്ന ജനവിധി. രാഷ്ട്രീയ പാരകൾ വോട്ടെടുപ്പ് വരെ നീളുമെന്ന് അച്യുതമേനോൻ മനസ്സിലാക്കിയ തെരഞ്ഞെടുപ്പ്. കൊടകരയിലായിരുന്നു മുഖ്യമന്ത്രി അച്യുതമേനോൻ സ്ഥാനാർത്ഥിയായത്. പോളിംഗ് ദിവസം രാവിലെ 3 മണിക്ക് കൊടകരയിൽ ഉടനീളം എതിരാളികൾ അച്യുതമേനോന് എതിരെ നോട്ടീസ് വിതരണം ചെയ്തു. കൊടകരയിലെ സ്ഥാനാർത്ഥിത്വം അച്യുതമേനോൻ പിൻവലിച്ചു എന്നായിരുന്നു നോട്ടീസ്. അച്യുതമേനോൻ പിൻവലിഞ്ഞതോടെ NV ശ്രീധരൻ വിജയിക്കാനിടവരുമെന്നും അതുകൊണ്ട് സിൻഡിക്കേറ്റ് കോൺഗ്രസ് സ്ഥാനാർത്ഥി TP സീതാരാമന് വോട്ട് ചെയ്യണമെന്നും നോട്ടീസിൽ അഭ്യർത്ഥനയുണ്ടായിരുന്നു. അന്തിമ മണിക്കൂറിലെ ഈ പാരയ്ക്ക് മറുപടിയായി മറുപ്രസ്താവന മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും എത്തിക്കാൻ അച്യുതമേനോന് കഴിഞ്ഞു. 3000-ലധികം വോട്ടിന് അച്യുതമേനോൻ അത്തവണ ജയിച്ചു. ഇന്നാണെങ്കിൽ എതിർ സ്ഥാനാർത്ഥിക്ക് അയോഗ്യത കിട്ടുന്ന ഈ കടുത്ത നോട്ടീസ് പ്രയോഗത്തിൽ കാര്യമായ ശിക്ഷ വാങ്ങാതെ സീതാരാമനും രക്ഷപ്പെട്ടു. ആക്ഷേപഹാസ്യത്തിന്റെ മൂർച്ചയുമായി ഇനി TK സുജിത്തിന്റെ കാർട്ടൂൺ പങ്ക്തി വരയും ചിരിയും. പശ്ചിമ ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ ശിക്ഷ അനുഭവിക്കുന്നത് കേരളത്തിൽ ഒരുപോലെ കോൺഗ്രസും CPMുമാണ്. കാരണം അവിടെ തൃണമൂൽ സർക്കാരിനെ തൂത്തെറിയാൻ ഇടതുമുന്നണിയും കോൺഗ്രസും സഖ്യത്തിലാണ്, സീറ്റ് നീക്കുപോക്കിലാണ്. അത് നമുക്ക് അറിയാം. നേതാക്കൾ എങ്ങനെയെല്ലാം അതിനെ പൊതിഞ്ഞു പറയാൻ ശ്രമിച്ചാലും അതിനെക്കുറിച്ച് കേരളത്തിൽ പ്രചാരത്തിലുള്ള ഒരു പരിഹാസ വാക്യമുണ്ട്, അവിടെ ദോസ്തി ഇവിടെ ഗുസ്തി എന്ന്. ബംഗാളിലെ സഖ്യത്തിന് എന്തെല്ലാം ന്യായങ്ങൾ നിരത്താൻ നേതാക്കൾ ശ്രമിച്ചാലും കമ്മ്യൂണിസ്റ്റ് അണികൾക്ക് അതത്ര ദഹിക്കില്ല എന്ന് നമുക്ക് അറിയാം. ഈ ഇരട്ട നിലപാട് ആധാരമാക്കിയാണ് ഇന്നത്തെ വരയും ചിരി.